തൃശ്ശൂരിൽ കോൺഗ്രസിന്റെ മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. കാരണം അന്തിമ ലിസ്റ്റിൽ, അതായത് അവസാന ഘട്ടം വരേക്കും ലാലി ജെയിംസിന്റെ പേരും പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പ്രഖ്യാപനം വന്ന സമയത്ത് നിജി ജസ്റ്റിനെയാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ ചില അതൃപ്തികളൊക്കെ തന്നെയുണ്ട്. ലാലി ജെയിംസ് തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇതിൽ ഈ ഒരു മേയർ സ്ഥാനത്തേക്ക് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നത്? എങ്ങനെയാണ് ഇത് മാറിയത്? എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോലും ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല. കാരണം 3 ദിവസം മുൻപ് ആണ് എന്നെ DCCയിലേക്ക് വിളിപ്പിക്കുന്നത്. ഒന്ന്, എന്നോട് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാർട്ടിക്ക് പ്രവർത്തിക്കാൻ ഫണ്ട് ആവശ്യമാണെന്നറിയാലോ. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, സർ എൻ്റെ കയ്യിൽ പണമില്ല, നയാ പൈസയില്ല. കാരണം ഞാൻ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തനം കൊണ്ട് പണമുണ്ടാക്കാൻ ആ വേദി ഉപയോഗിച്ചിട്ടില്ല, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിൽ നിസ്സഹായാവസ്ഥയാണെന്നുള്ളത് ഞാൻ അറിയിച്ചിരുന്നു. ഒപ്പം തന്നെ എന്നോട് പറഞ്ഞു, മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു പ്രാവശ്യം കൂടെ വിളിപ്പിച്ചിരുന്നു. അന്ന് അവിടെ പ്രധാനപ്പെട്ട 3 നേതാക്കളാണ് ഉണ്ടായിരുന്നത്. TN പ്രതാപൻ, ടാജറ്റ് വക്കീല്, ഒപ്പം MP വിൻസെൻ്റ്. 2ഓ 3ഓ ടേമിലേക്ക് തന്നാൽ ഇത് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ പ്രഥമ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള കാരണത്തെക്കുറിച്ച് എനിക്കറിയുന്നില്ല. എനിക്ക് 1 വർഷം മാത്രം മതി, അതിനുശേഷം 4 വർഷം ഒരാൾക്ക് കൊടുത്തു. അത് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് നടക്കില്ല എന്ന് എന്നോട് പറയുകയും 2ഓ 3ഓ ടേമിലേക്ക് മാത്രമേ പരിഗണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ 3ഓ 4ഓ ടേമിലേക്കൊന്നും പോകണ്ട സർ, ഇത് നഗരത്തിൻ്റെ വികസനത്തിനുള്ള പദവിയാണ്. കേവലം ഒരു വ്യക്തിയുടെ ഒരു താല്പര്യമല്ല ഇതിനകത്ത് വേണ്ടത്. മാക്സിമം 2 ആളിലേക്ക് അത് പോകണം. ഞാൻ തന്നെ മുന്നോട്ട് വെച്ചു, ഡോക്ടർ നിജി ജസ്റ്റിനെ നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ അഡ്വക്കേറ്റ് സുബി ബാബുവിന് 2ാം ഘട്ടം കൊടുത്തോളൂ, എന്നെ അതിൽ നിന്ന് ഒഴിവാക്കിക്കോളൂ. ഞാൻ ഒരിക്കലും ഒരു മേയറാകാനല്ല എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത്. ജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹം ഡെവലപ്പ് ചെയ്ത് നേതാക്കളിലേക്ക് എത്തി, സ്വമേധയ എന്നിലേക്കും അത് വന്നു. എന്തുകൊണ്ടാണ് അപ്പോൾ തഴയപ്പെട്ടത്? നേരത്തെ പറഞ്ഞു പണം ഉണ്ടോ എന്ന് ചോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ കയ്യിൽ ചില്ലിക്കാശില്ലാത്ത ആളാണ് എല്ലാവർക്കും അറിയാം. പ്രവർത്തനം മാത്രമാണ് മുഖമുദ്രയായിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ഫണ്ടോ മറ്റു കാര്യങ്ങളോ കൊടുക്കാൻ തയ്യാറുള്ള ഒരാളെ സെലക്ട് ചെയ്തുവെന്ന് എനിക്ക് സംശയമുണ്ട്. ഡോക്ടർ നിജി ജസ്റ്റിൻ ഇത്തരത്തിൽ പണം നൽകി എന്നുള്ള ഒരു ആരോപണങ്ങൾ മാത്രമാണ്. പുറത്തുള്ള ആളുകൾ പറയുന്നു, ഭാര്യയും ഭർത്താവും മറ്റ് 2-3 പേരെ കൂട്ടി കാറിൽ പെട്ടിയുമായി പോകുന്നത് കണ്ടു, സൂക്ഷിക്കണം, പല സ്ഥലങ്ങളിലും എത്തി എന്നുള്ളത് പറയപ്പെടുന്നു. ലാലി, ഇതിൽ ചതിയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ചതിയുണ്ടാകാൻ സാധ്യതയില്ല, എൻ്റെ പാർട്ടി അങ്ങനെ ചെയ്യുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. പക്ഷേ സാഹചര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നുന്നു, പണമില്ലാത്തതിൻ്റെ പേരിൽ തഴയപ്പെട്ടോ എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ഇന്നിപ്പോൾ വോട്ട് ചെയ്യുമോ? അതായത് നിജി ജസ്റ്റിനാണല്ലോ ഇന്ന് മേയർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിൻ്റെ വരുന്നത്, UDFൻ്റെ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു UDFൻ്റെ മേയർക്ക് തന്നെ ഇന്ന് വോട്ട് ചെയ്യുമോ? ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള UDFനുള്ള വോട്ടാണിത്. ഒരിക്കലും നിജി ജസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർക്കുള്ള വോട്ടല്ല. ഡോക്ടർ നിജി ജസ്റ്റിൻ ഇത്രയും കാലം പണിയെടുത്ത് പണമുണ്ടാക്കി അവരുടെ പ്രൊഫഷനിൽ മാത്രം നിന്നൊരു വ്യക്തിയാണ്. പാർട്ടിയുടെ ഗൗരവമായ സമരങ്ങളിലെ അത് പ്രതിരോധിക്കാൻ നിൽക്കുകയോ സാരി ചുളിയുകയോ കൈ നനയ്ക്കുകയോ ചെയ്യാത്തൊരാളാണ്. പാർട്ടി പദവികൾ ഒരാൾക്ക് എത്ര വേണമെങ്കിലും എഴുതി പിടിപ്പിക്കാം, പക്ഷേ പ്രവർത്തനത്തിൽ അവരെ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും പ്രകടനം നടക്കുമ്പോൾ അതിൽ വൈറ്റിട്ട് മുന്നിൽ ഷൂട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്കുണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ സമരമുഖങ്ങളിലോ പ്രശ്നങ്ങളിലോ ഇടപെടാൻ അവരെ ഞാൻ കണ്ടിട്ടില്ല. ആർക്കാണ് ഈ പണം കൊടുക്കേണ്ടത്? അല്ല, അത് അവർ നിശ്ചയിച്ചിട്ടുണ്ടാവും. ചോദിച്ചവരാരാണോ, മേടിച്ചവരാരാണോ, എന്തിനാണോ ഏതിനാണെന്നോ എനിക്കറിഞ്ഞുകൂടാ. എത്ര കൊടുക്കണം അതും എനിക്കറിയില്ല. കാരണം പണം ഇതിനൊരു ഘടകമായിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും ഞാൻ പറയുന്നു. എൻ്റെ പാർട്ടിക്ക് ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഞാൻ പ്രവർത്തിക്കില്ല. എൻ്റെ പാർട്ടി എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്ന് ഒരിക്കലും മാറിപ്പോവുകയോ മറ്റൊരു പാർട്ടിയിലേക്ക് പോവുകയോ എന്നിൽ നിന്നുണ്ടാവുകയില്ല. ഈ പാർട്ടിയിൽ തന്നെ ജീവിച്ച് പ്രവർത്തിച്ച് മരിക്കും. ഒരു സ്ഥാനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളില്ല. ഈ ഗോഡ് ഫാദർ ഇല്ലാത്തത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എനിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതാണോ പാർട്ടിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതാണോ? ആർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം. എൻ്റെ ഗോഡ് ഫാദർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അവറുകളാണ്. എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത് അദ്ദേഹമാണ് എനിക്ക് വേണ്ടി അവസാനം വരെ നിലകൊണ്ടത്. അദ്ദേഹത്തിൻ്റെ വാക്ക് പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ മേയറായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ആൾ ഞാനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്ക് മുഖവരയ്ക്ക് എടുത്തില്ല എന്നുള്ള ഒരു ദുഃഖം അദ്ദേഹത്തിനുമുണ്ട്.
ലാസ്റ്റ് ഈ മേയർ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ മേയറെ പ്രഖ്യാപിക്കാൻ പോകുന്ന ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അരികിലെത്തിയത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന് എന്നെ നന്നായിട്ടറിയാം. ഈ നിജി ജസ്റ്റിന് വേണ്ടി അപ്പോൾ ആരായിരിക്കും വാദിച്ചിട്ടുണ്ടാവുക? ഇവിടെ KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടൻ MLA-യുമാണ് ഇവർക്ക് വേണ്ടി ചുക്കാൻ പിടിച്ചത് എന്ന് പറയപ്പെടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നിന്നുള്ള വഴി അങ്ങോട്ട് വെട്ടിയത് ഇവിടെയുള്ളവരാണ്. ഇവിടെയുള്ള ആളുകൾക്ക്, തൃശ്ശൂരിലെ പ്രമുഖ നേതാക്കൾക്ക് ഒരുപക്ഷെ പറയാമായിരുന്നു, അർഹതയുള്ള ആളുകൾ ഇവിടെയുണ്ട്, അവരെ പരിഗണിക്കണം എന്നുള്ളത് പറയാമായിരുന്നിടത്ത് ഇവർക്ക് വേണ്ടി വഴിവെട്ടി കൊടുക്കുകയും അവിടുന്ന് ഒരു ചാനൽ ഇങ്ങോട്ട് ഇട്ടത് ഇവിടെയുള്ള 3-4 പേരാണ്. ഈ കൂടുതൽ കൗൺസിലർമാരുടെ പിന്തുണ ഉണ്ടായത് ആർക്കാണ്? ഇപ്പോൾ കൊച്ചിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ പാർട്ടി ഉന്നതരിൽ നിന്നുള്ള നിർദ്ദേശങ്ങളൊന്നും വേണ്ട, കൗൺസിലർമാർ തീരുമാനിച്ച ഒരു മേയറെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കൊച്ചിയിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അങ്ങനെ തന്നെയാണോ നടന്നത്? ഇവിടെ ആദ്യഘട്ടത്തിലെ DCC പ്രസിഡന്റ് ഒരു യോഗം വിളിച്ചു. ഓരോരുത്തരെ ഒറ്റയ്ക്കാണ് ലാലി ജെയിംസുമായി സംസാരിക്കുന്നത്. വലിയ എതിർപ്പാണോ തൃശ്ശൂരിൽ ഈ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്തതിന് പിന്നിൽ? പണമിറക്കിയുള്ള കളിയാണ് എന്നത് തുടക്കത്തിൽ വിശ്വസിച്ചിരുന്നില്ല, പക്ഷേ അങ്ങനെയാണെന്ന് വിശ്വസിക്കേണ്ടി വരുന്നു എന്ന തരത്തിലാണ് ലാലി സംസാരിക്കുന്നത്.